രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു. ചേച്ചിന്ന് വിളിച്ച് കൂടെ കൂടി നീ എന്നെ ചതിച്ചു. എന്റെ അമ്മ പറഞ്ഞിട്ടും എന്നെ ഞാൻ വിശ്വസിച്ചു. സഞ്ജു, എന്നോട് ഞാൻ പോർക്കില്ല. എന്നെ വഞ്ചിക്കാൻ എനിക്ക് എങ്ങനെ തോന്നി? രണ്ടിനെയും വച്ചേക്കില്ല ഞാൻ. ഈ സന്തോഷ വാർത്ത ആദ്യം അറിയിച്ച് മധുരം കൊടുക്കാനുള്ളത് ചേച്ചിക്കാ. ചേച്ചി, അമ്മ, ചേച്ചി വാതിൽ തുറക്ക്. ചേച്ചി വാതിൽ തുറക്ക്. ചേച്ചി വാതിൽ തുറന്നേ. ചേച്ചി, ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ചേച്ചി, അമ്മ വിളിക്കുന്നേ, വാതിൽ തുറക്ക്. ഞാൻ എത്ര തവണ ചേച്ചിയെ വിളിച്ചു. ഇത്രയൊക്കെ വിളിച്ചിട്ടും ചേച്ചി എന്താ കതക് തുറക്കാത്തെ? ഇനിയിപ്പോ പെട്ടെന്ന് സുഖമില്ലാതായി എഴുന്നേക്കാൻ പറ്റാത്തതാണോ? എന്നാലും തിരിച്ചെന്തെങ്കിലും പറയില്ലേ? ഇങ്ങനെ കതക് തുറക്കാതിരുന്നാ പറ്റില്ലല്ലോ. ആരെങ്കിലും വിളിക്കാം. ഡോക്ടറെ, ശ്രീകുട്ടി ചേച്ചിയായിരുന്നോ? ബാഗ് കയ്യിൽ നിന്ന് വീണതല്ലേ? ഞാൻ പേടിച്ചുപോയി.
എന്റെ ചേച്ചിയെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ശ്രീകുട്ടി ചേച്ചി അറിയിക്കാൻ വന്നതാ. ഞാനും ഡോക്ടറും കൂടി ചേച്ചിക്കും ഇവിടെ എല്ലാവർക്കും കൂടി വാങ്ങിയ സ്പെഷ്യൽ ലഡുവാ. എല്ലാം താഴെ വീണു പോയി. ആ, ഇത് സാരല്ല, നമുക്ക് വേറെ വാങ്ങാം. ഈ സന്തോഷ വാർത്ത കേട്ടാ ചേച്ചി വലിയ സന്തോഷത്തിലായിരിക്കും എനിക്കറിയാം. നീ പാല് തന്ന കൈക്ക് തന്നെ ഒടുവിൽ കൊത്തി അല്ലേ? ഇതിനേക്കാൾ നിനക്ക് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ? ചേച്ചി, ഇത്ര ദുഷ്ടത്തരം മനസ്സിൽ വെച്ചാ നീ ഇത്രയും നാൾ എന്റെ പിന്നാലെ സ്നേഹം അഭിനയിച്ച് നടന്നതല്ലേ? ചേച്ചി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നെ ചതിച്ചിട്ട് എന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് വീണ്ടും എന്നെ വിധിയാക്കുവാണോ? അയ്യോ ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. നിന്റെ പേടി, നിന്റെ പാവത്തും നടിച്ചുള്ള അഭിനയം, അത് ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കോടി. ചേച്ചി എന്താ ഇത്? നിന്നെ ഞാൻ കൊല്ലുവടി. സ്വാതി, 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 എന്താ ഇവിടെ? സ്വാതി വിട്ടെ, വിടാൻ. സ്വാതി, ഇല്ല, വിടില്ല, വിടാൻ. ഇവളെ ഞാൻ കൊല്ലും. സ്വാതി, സ്വാതി, വിടാൻ. വിട്, വിടാനല്ലേ പറഞ്ഞേ? സ്വാതി, തനിക്കെന്താ ഭ്രാന്തായോ? സ്വാതി, എന്താ പറ്റിയേ? എന്തിനാ ലച്ചുനെ എങ്ങനെ ഉപദ്രവിക്കുന്നേ? സ്വാതി, കരയാതെ കാര്യം പറയേ. എന്താ എന്താ തനിക്ക് പറ്റിയത്? പറയേ. ചേച്ചി, സ്വാതി, എന്താ കാര്യം? അത് പറയേ. ഞാൻ ഒഴിഞ്ഞു തരുവാ. അയ്യോ, ചേച്ചി, ചേച്ചി സ്വാതി. നിക്ക്. എന്താ ചേച്ചി, എന്താ കാര്യം? ചേച്ചിക്ക് എന്താ പറ്റിയേ? അതൊന്ന് പറ. ചേച്ചി എവിടേക്കായി പോണേ? സ്വാതി, എന്താ സംഭവിച്ചേ?
എന്താ കാര്യമെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയും. ചേച്ചി ചേച്ചി നിക്ക്, കാര്യം പറയ. എവിടേക്കായി പോകുന്ന? ഒന്ന് പറ ചേച്ചി, കാര്യം പറ ചേച്ചി. മോനെ നിക്കങ്ങോട്ട്. എന്താ കാര്യം ഒന്ന് പറയൂ ചേച്ചി. കാര്യം നിനക്ക് അറിയണല്ലേ? എന്തായാലും പറയ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പറയ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാനാ തെറ്റ് ചെയ്ത്. നിന്നെയും സഞ്ജുവിനെയും എല്ലാരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ചേച്ചി ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. വയ്യ, എനിക്ക് വയ്യ. ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവര്. എനിക്ക് വയ്യ, ഒന്നിനും വയ്യ. ചേച്ചി, എന്ത് കാര്യമായാലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചേച്ചി എന്താന്ന് വെച്ച കാര്യം പറയേ. ലച്ചു പറഞ്ഞതാ ശരി. എന്തോ തെറ്റിദ്ധാരണ തോന്നിയതാ സ്വാതിക്ക്. കാര്യം അറിഞ്ഞാ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്തായാലും സ്വാതി അകത്തേക്ക് വരൂ. സഞ്ജുവിന് എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാ പോയത്. അത് കഴിയട്ടെ. സഞ്ജുവിനെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. സഞ്ജുവിനെയോ? എന്തിന്? കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാലോ. സംസാരിച്ച് തീർക്കല്ലേ? പറ്റില്ല ഡോക്ടർ. ഇനി ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. സ്വാതി ഒന്ന് സമാധാനപ്പെട്. ഈ ലോകത്ത് പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളത്? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഞാൻ ഇല്ലാതാവണം. ചേച്ചി, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. പോ. ലച്ചു, സ്വാതിക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും വിഷമം തോന്നുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട്. സഞ്ജുവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതാ നമ്മളോടൊന്നും പറയാതെ പോയത്. ലച്ചു, ആരെയാ വിളിക്കുന്നേ? അദ്ദേഹത്തെ വിവരം അറിയിക്കണം, അല്ലാതെ പറ്റില്ല. ഏയ്, സഞ്ജുൻ ഇപ്പൊ വിളിക്കണ്ട, ടെൻഷനാവും. ലച്ചുവും കേട്ടതല്ലേ, ഓഫീസിൽ എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞാ സഞ്ജു പോയത്. അതിനിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട. എങ്കിലും ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോയത് അദ്ദേഹം അറിയണ്ടേ? അറിയണം. അത് മീറ്റിംഗ് കഴിഞ്ഞു മതി.
ലച്ചു സമാധാനമായിട്ടിരിക്കെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ സഞ്ജുവിനെ വിളിച്ചോളാം. സമാധാനത്തോടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. അല്ലാതെ ഇത് പെട്ടെന്നറിഞ്ഞാൽ ആ ഒഫീഷ്യൽ മീറ്റിംഗ് തന്നെ പ്രശ്നമാവും. ഇപ്പോ ലച്ചു ഒന്നും പറയണ്ട. ചിലപ്പോ സ്വാതി വീട്ടിലേക്ക് പോയതാവില്ല. കുറച്ചു കഴിഞ്ഞ് ഈ വിഷമമൊക്കെ മാറുമ്പോ താനെ ഇങ്ങ് തിരിച്ചു വന്നോളൂ. ഇല്ല, എന്നോട് ചേച്ചിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാ എന്നോട് പെരുമാറിയത്. ഇനിയ വലിയ സത്യം എങ്ങനെയെങ്കിലും ചേച്ചി അറിഞ്ഞു കാണുമായിരിക്കുമെന്നാ എന്റെ സംശയം. എന്ത് സത്യം? അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന സത്യം. ഏയ്, അത് ലച്ചുവിന്റെ വെറും തോന്നല. അതിന് സ്വാതി അത് എങ്ങനെ അറിയാനാ? അതൊന്നും ആവില്ല പ്രശ്നം. അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് സ്വാതിയും സഞ്ജുവും തമ്മിലുള്ള എന്തോ പ്രശ്നമോ. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം. ഇതിനെ ലച്ചു അങ്ങനെ മാത്രം കണ്ടാൽ മതി. വെറുതെ ഇക്കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് തന്നെ നല്ലത്. അവര് തമ്മിലുള്ള പ്രശ്നമായിരുന്നെങ്കിൽ എന്നോട് ചേച്ചി ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുവോ? എന്നെ ചേച്ചി കൊല്ലാൻ ശ്രമിക്കോ? അത് പിന്നെ ദേഷ്യം തോന്നിയപ്പോ സ്വാതിയുടെ മുന്നിൽ കണ്ടത് ലച്ചുവിനെയാ. അത്രയ്ക്ക് സ്നേഹമുള്ളവരോടല്ലേ ദേഷ്യം കാണിക്കൂ. അതായിരിക്കാം. ചിലപ്പോ ലച്ചു മധുരവുമായിട്ട് ചെന്ന നിമിഷം സഞ്ജുവും സ്വാതിയും ഫോണിൽ സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും. അതിന്റെ വിഷമത്തിൽ സ്വാതി നിൽക്കുമ്പോഴാവും ലച്ചു മുമ്പിലേക്ക് ചെന്ന് കയറിയത്. എന്നാലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. താൻ വെറുതെ ടെൻഷൻ ആവാതിരിക്കുക. പിന്നെ അമ്മയോട് തൽക്കാലം ഇതൊന്നും പറയാൻ പോണ്ട. മുത്തശ്ശി പോയ ദുഃഖം തന്നെ അമ്മയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ല. പാവം അമ്മ. അതിനുശേഷം ഒരേ കിടപ്പ. ലച്ചു ഇപ്പൊ ടെൻഷൻ ആവാതിരിക്കുക. എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഒന്നുമില്ലെന്നേ. ലച്ചു സമാധാനമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്നേ. കരയാതെ. മോളെ ശ്രീകുട്ടി, എന്താ പറയാതെ വന്നേ? എന്താ? എന്തു പറ്റി? മോളെ ശ്രീകുട്ടി, എന്താ ശ്രീകുട്ടി? എന്താ നിനക്ക് പറ്റിയത്? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മേനോടൊന്നും ചോദിക്കരുത്. ശ്രീകുട്ടി, മോളെ. അയ്യോ ദൈവമേ, മംഗലശ്ശേരിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു സമാധാനവും കിട്ടാത്ത ജീവിതമായി പോയി. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ. അയ്യോ മോളെ ശ്രീകുട്ടി, മോളെ, മോളെ. അവൾക്ക് ഓർമ്മ പിശക് വന്നെന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളോ.
കവിത ചെറിയമ്മ എന്നത് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. കള്ളി അഭിനയിക്കുമായിരുന്നു. സഞ്ജുവിന്റെ ഭാര്യയായി എന്നെ മംഗലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അവൾക്ക് സഹിക്കാനായില്ല. അതിനവളൊരു നാടകം കളിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കഴിയാതിരിക്കാൻ അവൾക്ക് കഴിയാവുന്നതൊക്കെ ചെയ്തു. മോളെ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, കഥവ് തുറക്കാൻ. നീ കാര്യം എന്തോന്ന് വെച്ച പറ. മോളെ, മോളെ, ഇവളെന്താ വാതില് തുറക്കാത്തെ? പ്രഭേ, ഒന്നിങ്ങി വന്നേ. ആരുടെ ചികിത്സയും അവൾക്ക് ഫലിച്ചില്ല. ഇല്ലാത്ത രോഗത്തിന് ചികിത്സിച്ചിട്ട് എന്താ കാര്യമുള്ള? ഒടുവില് ഞാൻ കുളത്തിൽ വീണപ്പോ അവൾക്ക് ഓർമ്മയും തിരിച്ചു വന്നു. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ, ഇടി കഥ ഒന്ന് തുറക്കടി. പ്രഭേ,